സജീവ രാഷ്ട്രീയ ചർച്ചകളുടെ ഇടമായിരുന്ന പഴയ ബാർബർ ഷോപ്പുകളുടെ രൂപത്തിലും ഭാവത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. പോയ കാലത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ബാർബർ ഷോപ്പിലാണ് ഇന്ന് ഇലക്ഷൻ പാർട്ടി. എല്ലാവരും തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ്. ഒട്ടും കുറയ്ക്കുന്നില്ല. ഒന്ന് സുന്ദരനായി കളയാം. പറ്റിയാൽ അല്പം രാഷ്ട്രീയവും കേൾക്കാം. അത്യാവശ്യം മാരകായുധങ്ങളൊക്കെയുള്ള ഇടമാണ്. സൂക്ഷിക്കണം. ഈ പ്രാവശ്യം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് പാട്ടും പാടി ജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഈ കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. ഇവിടെ ആരെങ്കിലും അറിയപ്പെടുന്ന സ്ഥാനാർത്ഥിയാണ് ഈ ക്രിസ്റ്റി ഫെർണാണ്ടസ് പറയുന്ന ആള്. ഈ കേരളത്തിലുള്ള 20 പാർലമെന്റ് നിയോജക മണ്ഡലവും ഒറ്റയടിക്ക് UDF കിട്ടിയില്ലെങ്കിൽ മാത്രമേ അത്ഭുതമുള്ളൂ. അത് ഇവരുടെ ഒരു വ്യാമോഹം മാത്രമാണ്. ഇവിടെ ക്രിസ്റ്റി ഫെർണാണ്ടസിനെ അറിയുമെന്ന് ചോദിച്ചു. അത് ഇതിനു മുമ്പും സെബാസ്റ്റ്യൻ പോൾ ഇവിടെ സ്വതന്ത്രനായിട്ട് സ്ഥാനാർത്ഥിയായിട്ട് നിന്ന സമയത്തും സെബാസ്റ്റ്യൻ പോളിനെ അറിയുന്ന ഒരു വ്യക്തികൾ ഉണ്ടായിരുന്നില്ല. പ്രേമചന്ദ്രൻ ഇത്തവണ നിലപാട് മാറ്റിയത് പൊതുവിൽ ആരെ സഹായിക്കാനാണ് സാധ്യത? പ്രേമചന്ദ്രൻ എന്ന ഒരു വ്യക്തി ഈ LDF നിന്ന് പോയതുകൊണ്ട് ഇവിടുത്തെ LDF ഒരു തകർച്ച വരുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല. പ്രേമചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഘടകകക്ഷി പോയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഈ എറണാകുളത്തോ അല്ലെങ്കിൽ മറ്റു ജില്ലകളിലോ ഒന്നും തന്നെ ഒരു പ്രതിഫലനം ചെയ്യാനും പ്രേമചന്ദ്രനെ കൊണ്ട് കഴിയില്ല എന്നത് വ്യക്തം തന്നെയാണ്. ഇത് കൂപമണ്ടൂക ബുദ്ധിയാണ് മോഹന. ഈ കേരളത്തില് സുചിന്തിതമായി ചിന്തിക്കുന്ന ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട്, വ്യക്തികളുണ്ട്. ഈ RSP എന്ന് പറയുന്നതിന്റെ താവളമല്ലേ കൊല്ലത്ത് അത്രയ്ക്ക് വിപ്ലവകരമായ ഒരു പ്രസ്ഥാനത്തിനെ വിളിച്ചു വരുത്തി ഊണില്ല എന്ന് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങള് അന്ന് വരെയും സംസാരിക്കാം എന്ന് പറഞ്ഞ് ഇതിനു മുമ്പ് 6 മാസങ്ങൾക്ക് മുമ്പ് ഈ RSPയുടെ ബന്ധപ്പെട്ട ആളുകൾ പിണറായി വിജയനും അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രസ്ഥാനത്തിനും എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞു. LDF കൺവീനർക്ക് വരെ എടുത്തു കൊടുത്തു എന്ന് പറഞ്ഞത്. എന്നിട്ട് ഈ 6 മാസമായിട്ടും സീറ്റ് കൊടുക്കുന്ന കാര്യത്തെ സംബന്ധിച്ചു ഒരു വ്യക്തതയും ഒരു തീരുമാനവും ഇല്ലാതെ അവരും മറുകണ്ഠം ചാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊന്നുമല്ല എന്ന് പറയുന്ന ആ പ്രവണത ശരിയല്ല. UPA സർക്കാർ വീണ്ടും ഈ UPA സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. കാരണം വെച്ചാല് BJP ഒരു പ്രാവശ്യം ഭരണത്തിൽ വന്നല്ലോ. BJP ഭരണത്തിൽ വന്നാൽ ആരും പ്രധാനമന്ത്രിയാവണം? അത് പറഞ്ഞു. അല്ല, ആര് പ്രധാനമന്ത്രിയാവും? അല്ലല്ലേ BJP അത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ തൊട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന സംഗതിയാണ് വില കൂടല്. ഇനിയും കൂടും. അടുത്ത കൊല്ലം കൂടും. പിന്നത്തെ കൊല്ലം കൂടും. ഒറ്റയും പാലും കഴിച്ചു കഴിഞ്ഞ് കുറെ കോഴിനെ കഴിച്ചു എന്ന് പറഞ്ഞ ആൾക്കാരാ വിലക്കയറ്റത്തിന്റെ കാര്യമാണ്. ഈ ദിവാകര മന്ത്രി അവിടെ പോയി. ഈ ദിവാകര മന്ത്രിയെ മത്സരിപ്പിക്കാൻ പറഞ്ഞ 2 മുട്ട വലിക്കാനുള്ള കാശ് പോലും ഇല്ലാത്ത ആളുകളുടെ കോഴിയും കഴിച്ചു പാവപ്പെട്ട ഇന്ത്യനെ വലിച്ച് അവിടെ കൊണ്ടുവരുന്ന വല്ല വിജയിപ്പിക്കണം. അതല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ ഇനി വിജയിപ്പിക്കാമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് കിഴക്കത്തി പറഞ്ഞു ഡൽഹി പറയാൻ പോണ. അങ്ങനെ ലോക ജനങ്ങൾ അംഗീകരിക്കുന്ന അവാർഡാണ് ഒരു സരിതയെ കാണിച്ചിട്ടാണ് പറ്റാത്ത രീതിയിലായി പോയി. ഇവിടെ കൊല്ലം ജയിക്കുന്ന ഉറപ്പെന്താ? കൊല്ലം സീറ്റില് RSP പ്രേമചന്ദ്രൻ പൊട്ടിയിരിക്കും. കാരണം ബേബിയെ നിർത്തിയപ്പോ തന്നെ തോക്കുന്ന ഉറപ്പെന്താ? അച്യുതാനന്ദനെതിരായിട്ട് ഏറ്റവും കൂടുതൽ നിരന്തരം പ്രശ്നം ഉണ്ടാക്കിയ ആളാ. ഈ അച്യുതാനന്ദനെ ഒഴിവാക്കിയതാണ് ഡൽഹിയിലോട്ട് പോകാൻ പോണ. പാർട്ടി ഒരാളെ നേടിച്ചിട്ടുണ്ടെങ്കിൽ അച്യുതാനന്ദൻ പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് മറിച്ച് വീഴുമെന്നോ നിങ്ങൾ കാലമേറെ മാറിയിട്ടും സാധാരണ ബാർബർ ഷോപ്പുകളിലെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ഒരു കുറവുമില്ല. ഈ സൗന്ദര്യത്തിന്. ക്യാമറാമാൻ രമേശ് മണിക്കൊപ്പം അബ്ജോദ് വർഗീസ്, മനോരമ.